എനിക്കറിയാം അർച്ചനയും മോളെയും കണ്ടതിന്റെ ആഘാതം അമ്മയുടെ മനസ്സിനെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ടെന്ന്. അത് അമ്മയ്ക്ക് താങ്ങാൻ പറ്റുന്നതുമല്ല. അമ്മ അർച്ചനെ കണ്ടില്ലേ, നമ്മുടെ പൊന്നുമോളെ കണ്ടില്ലേ. തൽക്കാലം അത് മതിയമ്മേ. അമ്മയ്ക്ക് ആ കാഴ്ച താങ്ങാൻ കഴിയുന്നില്ല. ഓർക്കും തോറും ചങ്ക് പൊടിയ. നിന്റെ കൈപിടിച്ച് പോകണ്ട എന്റെ മോൾ വേറൊരാളുടെ കൈപിടിച്ച് ആരെ തിരിച്ചറിയാതെ. അമ്മയ്ക്ക് ഓർക്കാൻ കൂടി വയ്യട. മോനെ, എന്തൊക്കെ സംഭവിച്ചാലും ഇനി താമസിക്കരുത്. എത്രയും പെട്ടെന്ന് അവളെ മോളെ നീ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇനി ആർക്ക് വേണ്ടി അവരെ വിട്ടുകൊടുക്കരുത്. അമ്മ വിഷമിക്കണ്ട, അർച്ചനയും മോളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ കുഞ്ഞുമോളെ ഒന്ന് താലോലിക്കാനോ ഒന്ന് കൊഞ്ചിക്കാനോ പോലും എനിക്കിത് കഴിഞ്ഞില്ലല്ലോടാ. ഇത്രയും കാലം അമ്മുവിന്റെ ഇന്ദുവിന്റെ കൂട്ടുകാരിയായിരുന്ന കരുതിയത് ആ മോള് നമ്മുടെ പൊന്നുമോളായിരുന്നോടാ. അതേമ്മേ, ഇതൊക്കെ ദൈവം നമുക്ക് അർച്ചനെ തിരിച്ചറിയാൻ വേണ്ടി ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഗോകുൽ സാറും കുടുംബം എന്തിനാ ഈ നാട്ടിലേക്ക് വന്നത്? അവർക്ക് മറ്റെവിടേക്കെങ്കിലും പോകാറുന്നില്ലേ? ദൈവം അവരെ ഇവിടേക്ക് കൊണ്ടുവന്നത് അർച്ചനയും മോളെയും നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി തന്നെയാ. അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയാൽ ആ നിമിഷം അവളെ മോളെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഇനി ഉടനെ അതിന് സാധിക്കുന്നില്ലെങ്കിൽ നിയമപരമായി തന്നെ ഞാൻ അവരെ കൊണ്ടുവരും. കോടതി വഴി ഞാനതിന് ശ്രമിക്കുന്നുണ്ട്. മോനെ, നിനക്കൊരു ദിവസം ഗൗരിമോളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ? ഗൗരിമോളെ? അതെങ്ങനെയമ്മേ? അത് മോൻ സ്കൂളിലെ എന്തുവിനെ അമ്മനെ വിളിക്കാൻ പോകത്തില്ലേ, അപ്പൊ അവരുടെ കൂടെ മോളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നാ മതി. എടാ, അവളെങ്കിലും ഞാനൊന്ന് അടുത്ത് കണ്ടോട്ടെ, ഒന്ന് താലോലിച്ചോട്ടടാ. അമ്മേ, ഒന്ന് സമ്മതിക്കും മോനെ. അമ്മ വിഷമിക്കണ്ട, നമുക്ക് നോക്കാം.